A very good evening to everyone. Good evening, Acha. Let us begin with the word of prayer. Good and gracious Father, we thank you for another wonderful evening that you have put before us, especially as we're going to spend it learning more about how you are in our lives. Lord God, last week we were able to walk and journey through the scriptural passage, Lord God. You spoke to us. We ask and pray that you speak to us again. Bless our dear Achin with strength. Allow him to deliver boldly what you have to proclaim. In Jesus' mighty name we pray. Amen. Today we will be going into our second portion of today's Bible study. Our dear Reverend Eben Abraham Achin will be discussing some more wonderful characters from the book of Hebrews, chapter 11. With that said, I invite our dear Reverend Eben Abraham Achin to continue our Bible study series. ഇത്രയും ബഹുമാനമുള്ള ജെയ്സൺ അച്ഛൻ, കർത്താവിൽ പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ബഹുമാനപ്പെട്ട ജെയ്സൺ അച്ഛൻ, കർത്താവിൽ പ്രിയരെ, നമുക്ക് വീണ്ടും ഒരുമിച്ച് വേദ പഠനത്തിനായി ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ ദൈവം തരുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പഠനം എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഹാനോക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. Hebrews chapter 11 verse 5. By faith Enoch was translated that he should not see death, and was not found, because God had translated him. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്ക് അദ്വിതീയമായ വിശ്വാസത്തിന്റെ ഉടമ. ഈനോക്ക് അൺമാച്ചബിൾ ഫെയ്ത്ത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന്റെ തലക്കെട്ട്. There is very little that we know of Enoch from a human standpoint. മാനുഷികമായ തലത്തിൽ വളരെ കുറച്ച് മാത്രമേ ഈ വേദപുസ്തക കഥാപാത്രത്തെ കുറിച്ച് നമുക്ക് അറിയുകയുള്ളൂ. His life is described in the Bible with 145 words. 51 words in the Old Testament and 94 words in the New Testament. ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ആകെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ 145 ആണ്. അതിൽ 51 വാക്കുകൾ പഴയ നിയമത്തിലും 94 വാക്കുകൾ പുതിയ നിയമത്തിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. The three passages that record his life are Genesis chapter 5,
Hebrews chapter 11, Jude 14 to 16. 3 വേദഭാഗങ്ങളാണ് ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഉള്ളത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായം, യൂദയുടെ ലേഖനം 14 മുതൽ 16 വരെയുള്ള വാക്യം. However, of what little we do know of him, we are most definitely left with the impression that although he was little known on the human side, he was largely known from the heavenly side. മാനുഷികമായ മേഖലയിൽ വളരെ കുറച്ച് മാത്രമേ ഹാനോക്കിനെ കുറിച്ച് അറിയുകയുള്ളെങ്കിലും സ്വർഗീയമായ തലത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരാളാണ് ഹാനോക്ക് എന്നുള്ളതാണ്. Enoch's name is forever etched into God's hall of faith in Hebrews 11 because of his unmatchable faith. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ദൈവത്തിന്റെ അതുല്യ പ്രതിഭകളുടെ പട്ടികയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. ആ ഗണത്തിൽ എങ്ങനെയാണ് വേദപുസ്തകത്തിൽ വളരെ കുറച്ചു മാത്രം പരാമർശിക്കപ്പെടുന്ന ഹാനോക്കിന്റെ പേര് ചേർക്കപ്പെട്ടത്? 3 പ്രധാന മേഖലകളിലായി ഇന്നത്തെ പഠനം നടത്തുവാനാണ് താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ ഭാഗം, ഹിസ് ലൈഫ് വാസ് എ ഡിവോട്ടഡ് ലൈഫ്. ഹാനോക്കിൻ്റെത് ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതം ആയിരുന്നു. അർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഹാനോക്കിൻ്റെത്. The name Enoch means dedicated. സമർപ്പിക്കപ്പെട്ട, അർപ്പിത മനസ്സായ എന്നാണ് ഹാനോക്ക് എന്ന പേരിന്റെ അർത്ഥം. In only 6 verses of the Bible, we find the biography of Enoch set forth. But what a biography it is to behold. It depicts a man whose life was marked by discipline, dedication, and devotion. അച്ചടക്കം, അർപ്പണം, ഭക്തി, ഈ 3 കാര്യങ്ങളാൽ നയിക്കപ്പെട്ട, അടയാളപ്പെടുത്തപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഹാനോക്കിൻ്റെത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഒരു സമർപ്പിക്കപ്പെട്ട, അർപ്പിതമായ ജീവിതമാണ് ഹാനോക്കിൻ്റെതെന്ന് പറയുന്നത്. In our text today, Enoch's devotion is marked in a couple of ways. For one thing, we see his pursuit of God. His pursuit of God. Pursuit എന്ന വാക്കിന്റെ അർത്ഥം പിന്തുടരൽ എന്നാണ്. ഒരാളെ പിന്തുടരുന്നതിന് പറയുന്ന ഒരു വാക്കാണ് pursuit. We are first introduced to Enoch in Genesis chapter 5. Upon immediate introduction to him, we quickly learn that he walked with God. In fact, Enoch is only one of 2 men to whom the Bible attributes the statement to have walked with God.
ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലാണ് നമ്മൾ ആദ്യം ഹാനോക്കിനെ കാണുന്നത്. അവിടെ അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. വേദപുസ്തകത്തിൽ 2 ആളുകൾക്കാണ് ഈ വിശേഷണം നൽകപ്പെട്ടിട്ടുള്ളത്, ഹാനോക്കിനും ഏലിയാവിനും. 2 ആളുകൾ ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് അവിടെ പറയുന്നത്. We get the idea that Enoch was in hot pursuit of God. ദൈവത്തെ പിന്തുടരുന്നതിൽ, ദൈവത്തോടൊപ്പം നടക്കുന്നതിൽ വളരെ ഗൗരവമായി ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് ഹാനോക്ക്. There are a couple of things about Enoch's pursuit of God or his walk with God that I want to mention. First, notice the direction of his walk with God. The direction of his walk with God. ദൈവത്തോട് കൂടെയുള്ള നടപ്പിന്റെ ലക്ഷ്യം. ഈനോക്ക് walk with God. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. It does not say that God walked with Enoch. ശ്രദ്ധിക്കണം, അവിടെ ദൈവം ഹാനോക്കിനോടുകൂടെ നടന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. It is Enoch walking with God. What does it mean to walk with God? ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? Walking with God means that we are going in the same direction that God is going. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ട് നമ്മളും പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളോട് കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടേക്ക് പോകുന്നുവോ അവിടേക്ക് നമ്മളും പോകുന്നു. അതാണ് കൂടെ നടപ്പ്. In other words, it wasn't God who was going in Enoch's direction, but it was Enoch who was going in God's direction. Thus, to walk with God means that a person is going God's way. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ദൈവം എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ട് മാത്രം പോകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. If we say that want to walk with God, then we are saying that we want to go where God is going and do what God is doing. അപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തോട് കൂടെ നടക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ട് ഞാനും പോകും, ദൈവം എന്ത് ചെയ്യുന്നുവോ അത് ഞാനും ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. Let me make it practical and personal. ഇത് അല്പം കൂടെ പ്രായോഗികമായി വ്യക്തിപരമായും പറയാൻ ശ്രമിക്കട്ടെ. A person cannot say that they are walking with God and never read their Bibles, never pray, witness and give. അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ ദൈവത്തോട് കൂടെയാണ് നടക്കുന്നതെന്ന് പറയുകയും ദൈവവചനം വായിക്കുകയും പഠിക്കാതെ ഇരിക്കുകയും ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കാതിരിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതിരിക്കുകയും ദൈവം പറയുന്നത് പോലെ കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ദൈവത്തോട് നടക്കുന്നു എന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. A person that rarely comes to church cannot say they are walking with God. ദൈവത്തിന്റെ ആലയത്തിൽ ആരാധനയ്ക്കായി കടന്നു വരാത്ത ഒരാൾക്ക്
ഞാൻ ദൈവത്തിന്റെ കൂടെയാണ് നടക്കുന്നത് എന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ തീർച്ചയായും ബുദ്ധിമുട്ടുകൾ കാരണം വരാൻ കഴിയാത്തവരെ കുറിച്ചല്ല ഈ പ്രസ്താവന ഇവിടെ പറഞ്ഞു. Again, to walk with God is to go where he is going and do what he is doing. In other words, to walk with God not only means that we are morally clean, but we are spiritually consecrated and committed to having daily communion and fellowship with God. ചില ആളുകൾ പറയും, ഐ ആം മോറലി ക്ലീൻ, ഞാൻ ധാർമ്മികമായി ശുദ്ധിയുള്ളവനാണ്, ശുദ്ധിയുള്ളവളാണ്. അത് തീർച്ചയായിട്ടും അപ്രീഷ്യബിൾ ആയിട്ടുള്ള, കമൻഡബിൾ ആയിട്ടുള്ള കാര്യമാണ്, നോ ഡൗട്ട്. അത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ ആത്മീയമായി ശുദ്ധി ചെയ്യപ്പെട്ടവരും ആത്മീയമായി പ്രതിഷ്ഠിക്കപ്പെട്ടവരും ദൈവത്തോട് അനുദിനം കൂട്ടായ്മയിൽ ഏർപ്പെടുന്നവരും ആയിരിക്കും. Again, we are going to walk with God, then we must be willing to go whatever direction God is going. ദൈവം ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുന്നുവോ അവിടേക്ക് സഞ്ചരിക്കുന്നവരാണ് ദൈവത്തോട് കൂടെ നടക്കുന്നവർ. ഹാനോക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നു, ദൈവത്തോട് കൂടെ മാത്രം നടന്നവൻ. But from the direction of his walk with God, notice the duration of his walk with God. ഇവിടെ രണ്ട് ഇംഗ്ലീഷ് വാക്കുകളാണ്, ഡിറക്ഷൻ ആൻഡ് ഡ്യൂറേഷൻ. ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ, ലക്ഷ്യം, എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ കാലയളവ്. ദൈവത്തോട് കൂടെ നടന്നുവെന്ന് മാത്രമല്ല, എത്ര കാലം ദൈവത്തോടു കൂടെ നടന്നു എന്നതും കൂടെ ശ്രദ്ധേയമാണ്. അലൻ റോസ് എന്ന വേദപണ്ഡിതൻ പറയുന്നു, the expression became a common description of the life of fellowship and obedience with the Lord, as if to say that walking with God was a step above mere living. അദ്ദേഹം പറയുന്നത്, ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് എബവ് മിയർ ലിവിങ്. ഒരു വെറും ജീവിതത്തിൻ്റെക്കാൾ ഒരു പടി കൂടി ഉയർന്ന നിലവാരമാണ് ദൈവത്തോടു കൂടെ നടക്കുന്നു എന്ന് പറയും. എ സ്റ്റെപ്പ് എബവ് മിയർ ലിവിങ്. Enoch's walk with God meant that he had stepped above the common, plain status quo and ordinary life. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുമ്പോൾ അത് പൊതുവായ ഒരു തത്വമായിട്ടല്ല, ലളിതമായ നിലയിലല്ല, നിലവിലുള്ള സ്ഥിതി അനുസരിച്ചല്ല, ഇടത്തരം മാർഗവുമല്ല, പിന്നെയോ always a step above mere living. He had moved up to the supreme level in his Christian life. ഹാനോക്ക് തന്റെ നടപ്പ് ദൈവത്തോടുകൂടെ ഒരു പരമോന്നതമായ നിലയിലാണ് സൂക്ഷിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു കോമൺ, പ്ലെയിൻ, സ്റ്റാറ്റസ് കോ ആൻഡ് ഓർഡിനറി ലൈഫ് നയിക്കാനല്ല, പിന്നെയോ സുപ്രീം ലെവൽ, പരമോന്നതമായ ഒരു നില, എപ്പോഴും ഒരു സ്റ്റെപ്പ് മുകളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കാനാണ്. ഇത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്.
ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവത്തോടുകൂടെ ഒരു പടി കൂടെ ഉയർന്ന് ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. But what makes it even more impressive is how long Enoch walked with God. എത്ര നാൾ ദൈവത്തോടു കൂടെ ഹാനോക്ക് നടന്നു, അതാണ് കൂടുതൽ ഇംപ്രസീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. We read in Genesis chapter 5 verses 21 and 22. And Enoch lived 65 years and begat Methuselah. And Enoch walked with God after he begat Methuselah 300 years. മെഥൂശലഹിനെ ജനിപ്പിക്കുന്നത് വരെ 65 വർഷങ്ങൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അത് കഴിഞ്ഞ് 300 വർഷങ്ങൾ ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് പറയുന്നത്. 65 വർഷം വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മെഥൂസലഹ് ജനിക്കുന്നത്. അതിനുശേഷം 300 വർഷങ്ങൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. Enoch walked with God 300 years. Genesis 5 is a genealogy chapter. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വംശാവലിയുടെ കഥ പറയുന്ന ഒരു അധ്യായമാണ്. Genealogy chapter. It describes the offspring of many of the patriarchs of the faith. വിശ്വാസ വീരന്മാരായ പലരുടെയും തലമുറകളെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് ഉൽപ്പത്തി 5-ാം അധ്യായം. What is even more interesting is that of every other man it is said that he begat. ഓരോരുത്തരെ കാര്യം പറയുമ്പോഴും പറയും അവൻ ഇന്നാരെ ജനിപ്പിച്ചു, ഇന്നാരെ ജനിപ്പിച്ചു, ഇന്നാരെ ജനിപ്പിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. However, of Enoch it is said that after he begat Methuselah, he walked with God for 300 years. എന്നാൽ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചതിന് ശേഷം 300 വർഷങ്ങൾ ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് പറയുന്നത്. As a 65-year-old man, God gave Enoch a son he called Methuselah. His name means when he shall die, it shall be sent. Methuselah എന്ന വാക്കിന്റെ അർത്ഥം when he shall die, it shall be sent. It is in reference to the flood. ഇത് നോഹയുടെ കാലത്തെ ജലപ്രളയത്തെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. മെഥൂശലഹിന്റെ പേരിന്റെ അർത്ഥമായി പറയുന്നത് അവൻ മരിക്കുമ്പോൾ അത് അയക്കപ്പെടും എന്ന് പറഞ്ഞാൽ മെഥൂശലഹിന്റെ മരണശേഷം പ്രളയം അയക്കപ്പെടുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. God demonstrated his love and long suffering by allowing Methuselah to live longer than any other recorded human being, a total of 969 years. ദൈവത്തിന്റെ മഹാമനസ്കത ഹാനോക്കിന്റെ മകനായ മെഥൂശലഹിന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവനായി ജീവിക്കാൻ അനുവദിച്ചു എന്നാണ്. However, Enoch did not know how long Methuselah would live. He only knew that however long Methuselah would live was how long he had to serve God, honor God, obey God, and walk with God.
മെഥൂശലഹ് എത്ര വർഷം ജീവിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഹാനോക്കിന് വലിയ ആങ്സൈറ്റി ഒന്നുമില്ലായിരുന്നു. എന്നാൽ അവന്റെ ആങ്സൈറ്റി എന്തുവായിരുന്നു? ജീവിക്കുന്ന നാളൊക്കെയും ദൈവത്തോട് കൂടെ നടക്കണം. Thus, for the next 300 years of his life, he did just that. He walked with God. അവൻ ദൈവത്തോട് കൂടെ നടന്നു. It is not unusual to hear about Christians who walk with God for a while, but then backs out and back off. ദൈവത്തോട് കൂടെ കുറെ കാലം നടന്നിട്ട് പിന്മാറ്റത്തിലേക്ക് പോയ മനുഷ്യരെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അത് വലിയ അസ്വാഭാവികതയൊന്നുമല്ല. Many Christians are like shooting stars. They begin in a blaze of glory, but they soon fizzle out. പല ക്രിസ്ത്യാനികളും വിശ്വാസികളും കൊള്ളിമീൻ പോലെയാണ്, ഉൽക്ക പോലെയാണ്. They begin in a blaze of glory. ഒരു മഹത്വത്തിന്റെ വിസ്ഫോടനത്തോടുകൂടെ ആരംഭിക്കും, എന്നാൽ വളരെ വേഗം ഒന്നുമില്ലാതെ ആയിത്തീരും. ഹാനോക്ക് അങ്ങനെയല്ല. അവൻ from the beginning till the end he walked with God. ദൈവ മക്കളെ, നമുക്കെല്ലാവർക്കും ഈ ഒരു അനുഭവത്തിനായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കുറെ സമയം വളരെ ശ്രദ്ധേയമായി ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അതിവേഗം ഫെയ്ഡ് ഔട്ട് ആയി പോകുന്ന, ബാക്ക് സ്ലൈഡ് ചെയ്തു പോകുന്ന അനുഭവം, പിന്മാറിപ്പോകുന്ന അനുഭവം കരണീയമല്ല എന്ന് ഇവിടെ ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. May God help us, like Enoch, to resolve that however longer God leaves us on this earth, we are going to be in hot pursuit of him. ദൈവം നമുക്ക് എത്ര കാലം ആയുസ് തന്നാലും അത്രയും നാൾ ദൈവത്തോട് കൂടെ നടക്കും എന്ന ഒരു തീരുമാനം എടുക്കുവാൻ നമുക്ക് ഇടയാകണം. Enoch's pursuit of God was a result of his passion for God. ദൈവത്തെ പിന്തുടരുവാൻ ഹാനോക്കിന് സാധിച്ചത് അവന് ദൈവത്തിനു വേണ്ടിയുള്ള ഒരു അഭിനിവേശം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. His passion for God. Someone once asked President Lincoln to appoint a day of fasting and prayer that God might be on their side. ഒരു ദിവസം പ്രസിഡന്റ് ഏബ്രഹാം ലിങ്കന്റെ അടുക്കൽ ചില ആളുകൾ വന്ന് പറഞ്ഞു, നമുക്ക് ഒരു ഉപവാസ ദിനം പ്രഖ്യാപിക്കണം. എന്തിനു വേണ്ടിയാണ്? ദൈവം നമ്മുടെ പക്ഷത്ത് ആകുന്നതിനു വേണ്ടി ഒരു ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിക്കും. President Lincoln replied, "You don't need to bother with that. God is on the right side. So all you need to do is get with him." അദ്ദേഹം പറഞ്ഞു, ദൈവം നമ്മുടെ വശത്താകാൻ വേണ്ടി ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ദൈവം എപ്പോഴും നമ്മുടെ വശത്താണ്. നമ്മൾ അവന്റെ വശത്ത് ആണോ എന്ന് ഉറപ്പാക്കിയാൽ മതി. I submit unto you that if we get with God, we will be on the right side, because he is not only on the right side, he is the right side. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ തന്നെയാണ്.
നമ്മൾ ദൈവത്തോടു കൂടെയാണോ എന്ന് ഉറപ്പാക്കും. ദൈവമാണ് റൈറ്റ് സൈഡ്, ശരിയായ വശം. He is the right side. It is ours to walk with God. Let the world walk as it will. നമ്മുടെ ജോലിയാണ് ദൈവത്തിന്റെ വശത്ത് ആയിരിക്കുക എന്നത്. I see a couple of things that reflect Enoch's passion for God. ഹാനോക്കിന് ദൈവത്തോടുള്ള അഭിനിവേശത്തിന് ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, it is first seen in who he believed. അവൻ ആരിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് അവന് നന്നായി അറിയാമായിരുന്നു. It is first seen in who he believed. We are told in Hebrews 11 verse 5 that Enoch pleased God. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. And without faith it is impossible to please him. In other words, in order for God to be pleased with the life of Enoch, faith and faithfulness was required. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ, മറ്റൊരു തരത്തിൽ അത് പറഞ്ഞാൽ, ദൈവം പ്രസാദിക്കണമെങ്കിൽ ഹാനോക്കിന്റെ ജീവിതത്തിൽ വിശ്വാസവും വിശ്വസ്തതയും റിക്വയർമെന്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ faith and faithfulness are required. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. Enoch believed that God was who he said he was. ദൈവം താൻ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നുവോ അത് തന്നെയാണെന്ന് ഹാനോക്ക് വിശ്വസിച്ചു. It is important to note that Enoch did not own a copy of the Bible in his day. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹാനോക്കിന്റെ കാലത്ത് ഞാനും നിങ്ങളും ഇന്ന് ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ദൈവവചന പ്രതി ലഭ്യമല്ല. He did not have the word of God to reveal the person of God to him as we do today. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് ലഭ്യമായിരിക്കുന്നത് പോലെ അന്ന് ഹാനോക്കിന് ലഭ്യമായിരുന്നില്ല. Yet, although Enoch did not have the word of God, he had received a word from God, and he was convinced that God was who he said he was. എന്നാൽ ദൈവവചനം പ്രിന്റഡ് ഫോമിൽ ഹാനോക്കിന്റെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിലും ദൈവത്തിൽ നിന്ന് ഒരു വചനം ഹാനോക്കിന് ലഭിച്ചിരുന്നു. അവൻ ഹാനോക്കിനോട് പറഞ്ഞിരുന്നു താൻ ആരാണ്, ദൈവം ആരാണെന്ന് പ്രിന്റഡ് ഫോമിലല്ല, ഓറൽ ഫോമിൽ ദൈവം ഹാനോക്കിനോട് സംസാരിച്ചിരുന്നു. He believed that God was a rewarder of them that diligently seek him. ഹാനോക്ക് വിശ്വസിച്ചു തന്നെ ശ്രദ്ധയോടെ അനുഗമിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവനാണ്. I remind you tonight that God is everything he has said that he is. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിന്റെ പ്രതി
കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നില്ലെങ്കിലും ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മതിയാവും. വേദപുസ്തകം പിടിക്കണ്ട എന്നൊരു നെഗറ്റീവ് സെൻസിലല്ല ഞാൻ ഇവിടെ ഇത് പറഞ്ഞത്. The book you hold in your hand tonight reveals the person of God, the promises of God, the presence of God, the protection of God, the provision of God, and the preeminence of God. ഹാനോക്കിന്റെ കയ്യിൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ എഴുതപ്പെട്ട വചനമില്ലായിരുന്നു. എന്നിട്ടും അവൻ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലോ ദൈവം ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവം സകലതിനും മുൻപേ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവം ആരാണെന്നത് ഹാനോക്കിനെ പോലെ വിശ്വസിക്കാൻ സാധിക്കണം. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം, because of who he believed, notice how he behaved. അത് എപ്പോഴും ബിലീവിങ്ങും ബിഹേവിങ്ങും തമ്മിൽ ഒരു വിശ്വാസം, ഒരു ചർച്ചയുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. വിശ്വസിക്കുന്നതും പെരുമാറുന്നതും, ബിഹേവിങ് ആൻഡ് ബിലീവിങ്. ഇന്ന് പലപ്പോഴും ബിലീവിങ് വിതൗട്ട് ബിഹേവിങ് ആണ്. ഹാനോക്ക് വിശ്വസിക്കുകയും ചെയ്തു, അതനുസരിച്ച് പെരുമാറുകയും ചെയ്തു. It is imperative to note the day in which Enoch lived. ഹാനോക്ക് ജീവിച്ചിരുന്ന കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, his day was an ungodly day. Ungodly day. Ungodly എന്ന് പറഞ്ഞാൽ ക്രൂരമായ, പാപം നിറഞ്ഞ, ദൈവഭക്തി ഇല്ലാത്ത, ധർമ്മമില്ലാത്ത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇർറിലിജിയസ് ആൻഡ് ഇമ്മോറൽ, അതാണ് അൺഗോഡ്ലി എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ ഒരു കാലത്താണ് ഹാനോക്ക് ജീവിച്ചത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ, Genesis 6:5 and 6, God gave his report on Enoch's day. ഇവിടെ എന്താ പറയുന്നത്? God saw the wickedness of men was great in the earth. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം അനുതപിച്ചു. God repented. അങ്ങനെയാണ് അവിടെ പറയുന്നത്. ദൈവം അനുതപിക്കേണ്ടി വന്നു മനുഷ്യനെ സൃഷ്ടിച്ചതിൽ. അത്രമാത്രം കൊള്ളരുതായ്മ നിലനിന്നൊരു കാലത്താണ് ഹാനോക്ക് ജീവിച്ചിരുന്നത്. നോട്ടീസ് ഹൗ ഹി ബിഹേവ്ഡ്. എന്നാൽ ശ്രദ്ധിച്ച്, അവൻ എങ്ങനെയാണ് പെരുമാറിയത്, അവൻ എങ്ങനെയാണ് ജീവിച്ചത്? In other words, Enoch lived in the days preceding the flood. നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിന് തൊട്ടു മുൻപാണ് ഈ ഹാനോക്കിന്റെ കാലം. Those days were some of the most ungodly days in human history. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടത നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ ഒരു കാലമായിരുന്നു അത്.
Yet, right in the midst of one of the most ungodly days of history, what do we find Brother Enoch doing? മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മ്ലേച്ഛമായ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഹാനോക്ക് തന്റെ സ്വഭാവത്തെ എങ്ങനെയാണ് ക്രമീകരിച്ചതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. We find him walking with God. നമ്മൾ അവനെ എങ്ങനെയാണ് കാണുന്നത്? അവൻ ദൈവത്തോട് കൂടെ നടന്നു. We see his pursuit of God and his passion for God. ദൈവത്തെ പിന്തുടരുന്നതിൽ, ദൈവത്തിനോടുള്ള അഭിനിവേശത്തിൽ ഹാനോക്ക് ബദ്ധശ്രദ്ധനായിരുന്നു എന്ന് നമ്മൾ ഇവിടെ കാണുകയാണ്. We see him living a godly life in an ungodly day. ഒരു ദൈവികമായ ജീവിതം ദൈവമില്ലാതെ ജീവിച്ചവരുടെ നടുവിൽ അവൻ കാഴ്ചവെച്ചു. You should not need to be reminded of the wickedness and ungodliness of our day. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്തിന്റെ ദുരന്തങ്ങളെ കുറിച്ച്, മ്ലേച്ഛതയെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. We live in a day where murder is referred to as a right to choose. We live in a day where sodomy is condoned as an alternative lifestyle. ഒരാളെ കൊല്ലണമെങ്കിൽ അത് അവന്റെ തിരഞ്ഞെടുപ്പ് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലം. ഇന്നലെയും ഇന്നുമായി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് കേരളത്തിൽ നടന്ന നരബലിയെ കുറിച്ചാണ്. അതാരാ തീരുമാനിച്ചത്? ഒരുത്തൻ തീരുമാനിക്കുകയാണ്, എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ രണ്ടുപേരെ കൊല്ലണം, കൊന്നു. A right to choose. We live in a day where sodomy, culture of Sodom, is condoned as an alternative lifestyle. എന്താ സോഡോമി എന്ന വാക്കിന്റെ അർത്ഥം? പ്രകൃതി വിരുദ്ധ ഭോഗം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമായത്, നാട്ടു നടപ്പിന് വിരുദ്ധമായത്, നമ്മുടെ നല്ല സംസ്കാരത്തിന് വിരുദ്ധമായതൊക്കെ ഒരു പുതിയ ജീവിത ശൈലിയായി അംഗീകരിക്കപ്പെട്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒരുപോലെ ഇതിനടിമകളായി മുൻപോട്ട് പോവുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം. എത്രയോ ടൺ ലഹരി മരുന്നുകളാണ് പിടിക്കപ്പെടുന്നത്. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരാണ്? ക്രൈസ്തവ നാമം പേറുന്നവരാണ്. ഒരു കാലത്ത് നന്മയായിരുന്നതും നല്ലതായിരുന്നതും ഒക്കെ ഇന്ന് മോശം. പണ്ടൊക്കെ ഒരു മോശപ്പെട്ട കാര്യം ഒരാൾ ചെയ്താൽ അതിനെ സമൂഹം മുഴുവൻ എതിർക്കും. ഇന്നോ എത്ര ചെയ്താലും ആർക്കും ഒന്നും സങ്കടം തോന്നാത്തൊരു കാലം. അതൊരു പുതിയ ലൈഫ് സ്റ്റൈൽ. നമ്മുടെയൊക്കെ ജീവിത രീതികൾ എത്രയോ മാറിപ്പോയി. പുകവലിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും, മയക്കുമരുന്നടങ്ങിയ സിഗരറ്റ് മാറി മാറി പുകയ്ക്കുന്ന യുവജനങ്ങൾ, പ്രായമേറെയായിട്ടും അബദ്ധസഞ്ചാരം നടത്തുന്ന വിശ്വാസ സമൂഹം. പൗലോസ് പറയുന്നുണ്ട്, ലജ്ജയായതിൽ മാനം തോന്നുന്ന ഒരു സമൂഹം. ലജ്ജയായതിൽ മാനം തോന്നുന്ന ഒരു സമൂഹം. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ഇത് സാധ്യമാണ്. In the midst of our dark day, we are let our light shine. ഇരുട്ടേറിയ കാലത്ത് നമ്മുടെ വിളക്കുകൾ പ്രകാശിക്കാൻ നാം അനുവദിക്കണം. In the midst of our depressing day, we are to let the joy of the Lord be our strength. നിരാശപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ ദൈവിക സന്തോഷം നമ്മുടെ ബലമായി നാം അനുഭവിക്കണം. In the midst of our degrading day, we are to point men and women to the nail-pierced hands of Christ. നിലവാര തകർച്ചയെ നേരിടുന്ന ഈ കാലഘട്ടം നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട കരങ്ങളിലേക്ക് നോക്കുന്ന ഒരു സമൂഹമായി, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു സമൂഹമായി നാം തീരണം. Like Enoch's pursuit of God and passion for God, we are to live devoted to God. എങ്ങനെയാണ് ഹാനോക്ക് ദൈവത്തെ പിന്തുടർന്നത്? രണ്ടാമത്തെ ഭാഗം, a desired life. A desired life. Desired എന്ന് പറഞ്ഞാൽ that is wanted. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അഭിലഷിച്ച, ആശിച്ച, മോഹിച്ച, തീരുമാനിച്ച എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഈ കെട്ട കാലത്ത് ഹാനോക്ക് ആഗ്രഹിച്ച ജീവിതം എങ്ങനെയുള്ളതാണ്? A desired life. Someone has well said, civilized man has mastered the art of flying, but he has lost the art of walking with God. ആധുനിക മനുഷ്യൻ പറക്കാനുള്ള വിദ്യ അഭ്യസിച്ചു, എന്നാൽ ദൈവത്തോടുകൂടെ നടക്കാനുള്ള വിദ്യ അവൻ ഇന്നും അന്യമാണ്. I submit unto you that there is nothing greater that could be said about any one of us than that we walk with God. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുന്നവർ ആണെന്നുള്ളതാണ്. When we are gone, people could say, he or she went to the moon. He ran a large company. He was a wealthiest man that ever lived. Or that he was president of an MNC. But the greatest thing that could be said of us is that we walked with God. നമ്മളുടെ കാലം കഴിയുമ്പോൾ നമ്മൾ എത്രമാത്രം വലിയവരായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ ദൈവത്തോട് കൂടെ നടന്നവരായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ആഗ്രഹിക്കത്തക്ക കാര്യം. The greatest thing that a child could say about his father or mother is that his dad or mom walked with God. ഒരു കുഞ്ഞിന് അവകാശപ്പെടാവുന്ന ഏറ്റവും വലിയ കാര്യം അവന്റെ അല്ലെങ്കിൽ അവളുടെ അപ്പൻ അമ്മ ദൈവത്തോട് കൂടെ നടന്നയാളായിരുന്നു എന്നതാണ്. The greatest thing a church could say about a member is that he or she walks with God. ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിലെ ആളുകൾ
ദൈവത്തോടു കൂടെ നടക്കുന്നവരാണെന്ന് പറയുന്നതാണ് ഏറ്റവും ആഗ്രഹിക്കത്തക്കത്. The greatest thing the people you work with or go to school or college with could ever say about you is that you walk with God. നമ്മുടെ ഓഫീസിലുള്ളവർക്ക്, നമ്മുടെ സ്കൂളിലും കോളേജിലുമുള്ളവർക്ക്, നമ്മുടെ അയൽവക്കക്കാർക്ക് നമ്മളെ കുറിച്ച് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ വാക്ക്, കോംപ്ലിമെന്റ്, നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുന്നവർ ആണെന്നുള്ളതാണ്. Enoch's only claim to fame was that he walked with God. ഹാനോക്കിന്റെ ഒരേ ഒരു പ്രശംസ, ഹാനോക്കിന് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ പ്രശംസ. അതെന്താണ്? He walked with God. അവൻ ദൈവത്തോട് കൂടെ നടന്നു. We never read about him parting a sea. ഹാനോക്ക് ഒരു കടലിനെ പിളർന്നതായി നമ്മളെങ്ങും വായിക്കുന്നില്ല. Raising the dead, healing the sick, or leading an army. ഹാനോക്ക് മരിച്ച ഒരാളെ ഉയർപ്പിച്ചതായിട്ടോ, ഒരു രോഗിയെ സുഖപ്പെടുത്തിയതായിട്ടോ, ഒരു ആർമിയെ നയിച്ചതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. His entire life is summed up in the words that for 300 years he walked with God. അവന്റെ ജീവിതം 300 വർഷത്തെ ജീവിതം സമ്മപ്പ് ചെയ്യുമ്പോൾ ഒറ്റ കാര്യമാണ് പറയുന്നത്, അവൻ ദൈവത്തോട് കൂടെ നടന്നു. That is Enoch's testimony. And it is a testimony that every Christian ought to desire. ഇതാണ് ഹാനോക്കിന്റെ സാക്ഷ്യം. ഈ സാക്ഷ്യമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത്. ഈ സാക്ഷ്യത്തിന് 2 പ്രത്യേകതകളുണ്ട്. It was a special testimony. പ്രത്യേകതയുള്ള, വ്യക്തതയുള്ള ഒരു സാക്ഷ്യം. 5-ാം വാക്യത്തിൽ പറയുന്നു, before his translation he had this testimony. അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. Before his translation he had this testimony. എഴുത്തുകാരൻ കൃത്യമായിട്ട് വിവരിക്കുകയാണ്. He does not say that Enoch had a testimony, but that Enoch had this testimony. ഹാനോക്കിന് ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു എന്നല്ല, ഹാനോക്കിന് ഈ പ്രത്യേക സാക്ഷ്യം, this testimony, അങ്ങനെയാണ് അവിടെ പറയുന്നത്. He is not speaking in general terms, but in specific terms. Enoch had this testimony. ഇത് ഈ പറഞ്ഞത് ഒരു വസ്തുവിനെ ഉറപ്പിച്ച് പറയുന്നതാണ്. This, ഇത്. Every Christian has a testimony. നമുക്കെല്ലാം സാക്ഷ്യമുണ്ട്. ദൈവം നമ്മെ വിളിച്ചതിനെ കുറിച്ച്, ദൈവം നമ്മെ സുഖപ്പെടുത്തിയതിനെ കുറിച്ച്, ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നതിനെ കുറിച്ച് എല്ലാം നമുക്ക് സാക്ഷ്യങ്ങളുണ്ട്. Every child of God can bear record of what the grace of God has done in their life. While every Christian has a testimony, not every Christian has this testimony. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു പ്രത്യേക സാക്ഷ്യം അതുവിധം പറയാനായിട്ട് ഹാനോക്കിനെ പോലെ ഈ പ്രത്യേക സാക്ഷ്യം. രണ്ടാമതായിട്ട് അവന്റെ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എ സ്പെഷ്യൽ ടെസ്റ്റിമണി. ഒന്ന് സ്പെസിഫിക് ടെസ്റ്റിമണിയാണ്, വ്യക്തതയുള്ള സാക്ഷ്യം. ദൈവത്തോട് കൂടെ നടന്നു, എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തോട് കൂടെ നടന്നു. 2,
ഒരു സവിശേഷമായ സാക്ഷ്യം, ശ്രേഷ്ഠമായ സാക്ഷ്യം, special testimony. What is the testimony for which Enoch will forever be remembered? It is special, for we are told that he had this testimony that he pleased God. ഈ സവിശേഷമായ സാക്ഷ്യം എന്തുവാ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയാൻ കാണും. അതൊരു സാക്ഷ്യം തന്നെയാണ്. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യം, ആ സവിശേഷമായ സാക്ഷ്യം ഹാനോക്കിനെ പോലെ നമുക്ക് പറയാൻ സാധിക്കും. ആർ വി പ്ലീസിങ് ഗോഡ്? നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആണ്. Nothing else need to be said, because nothing else can be said. How do you like to have that placed on your gravestone? ഞാനും നിങ്ങളും ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മുടെ കല്ലറയ്ക്കൽ ഒരു കല്ല്, ഒരു സ്മാരക ശില കുടുംബാംഗങ്ങൾ നാട്ടിയേക്കാം. To have people remember. മനുഷ്യർ ഓർക്കാൻ വേണ്ടി. മനുഷ്യർ നമ്മുടെ പല കാര്യങ്ങൾ മറന്നുപോകും. ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരാൾ. ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരാളാണ് ഈ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നത് എന്ന് എഴുതി വെക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഗ്രേവ് സ്റ്റോൺ ഇല്ല. The word pleased is used only twice in the New Testament. പ്രസാദിപ്പിച്ചു എന്ന വാക്ക് രണ്ടിടത്തെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ. It is found here and again in chapter 13 verse 6. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ we should move from our lips to our lives. ആദരം കൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. From our lips. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്? Through our lives. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ I need to remind you that if we please God, it really doesn't matter who we displease. But if we displease God, it really doesn't matter who we please. ഓർക്കണം, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ മറ്റാരും പ്രസാദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ലോകം എന്തു പറയും, ഇന്നയാൾ എന്തു പറയും, അതാണ് നമ്മുടെ കൺസേൺ. എന്നാൽ ദൈവം എന്തു പറയും? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരായാൽ മറ്റാരും പ്രസാദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. That seems to be what Enoch did. അതാണ് ഹാനോക്ക് ചെയ്തത്. Pleasing God should be the desire of every believer. Pleasing God should be the special and specific testimony of every Christian. Pleasing God should be the priority, passion, and pursuit of every member of our parish. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം ഓരോ വിശ്വാസിയുടെയും അദമ്യമായ ആഗ്രഹം, ഓരോ വിശ്വാസിയുടെയും സാക്ഷ്യം,
താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നതായിരിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം ഓരോ വിശ്വാസിയുടെയും മുൻഗണനയും അഭിനിവേശവും. അങ്ങനെയാണെങ്കിൽ ഹാനോക്കിനെ പോലെ നമുക്കും സാക്ഷ്യം ലഭിക്കും. മൂന്നാമത്തെ ഭാഗം, എ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ലൈഫ്. ഒന്നെന്താണ്? ഡിവോട്ടഡ് ലൈഫ്. രണ്ട്, ഡിസയർഡ് ലൈഫ്. സമർപ്പിക്കപ്പെട്ട ജീവിതം, അഭിലഷണീയമായ ജീവിതം. മൂന്ന്, ഒരു സമുന്നതമായ ജീവിതം, ബഹുമാന്യമായ വിശിഷ്ടമായ ജീവിതം. എ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ലൈഫ്. The life of Enoch was not only devoted and should not only be desired, but it was quite distinguished. It was distinguished in the fact that Enoch was allowed to experience something that only one other man in the Bible experienced. Only Enoch and Elijah never saw, tasted, or experienced death. ഹാനോക്കിന്റെ ജീവിതം ശ്രേഷ്ഠ ജീവിതമാണെന്ന് പറയാൻ കാര്യം, ഹാനോക്കും ഏലിയാവും മാത്രമേ മരണം കാണാതെ എടുക്കപ്പെട്ടു. മരണത്തെ രുചിച്ചറിയാത്ത രണ്ട് വ്യക്തികളെ ഉള്ളൂ വേദപുസ്തകം. അതിലൊന്ന് ഹാനോക്കാണ്. അതുകൊണ്ടാണ് അവന്റെ ജീവിതം വിശിഷ്ടമായത്, സമുന്നതമായെന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഈ പഠനം അവസാനിപ്പിക്കാം. ഒന്ന്, ഹിസ് നോട്ടബിൾ ട്രാൻസ്ലേഷൻ. അവന്റെ ശ്രദ്ധേയമായ എടുക്കപ്പെടൽ. 11-ാം അധ്യായം 5-ാം വാക്യം. ബൈ ഫെയ്ത്ത് Enoch was translated that he should not see death, and was not found, because God had translated him. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. The word translated is a musical term. ഇത് സംഗീത ഭാഷയാണ്. It really means to transpose from a lower key to a higher key. Transpose from a lower key to a higher key. ഇത് സംഗീത ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ട്രാൻസ്ലേറ്റഡ് എന്ന വാക്ക്. പരിഭാഷ എന്നും ഉപയോഗിക്കും. എന്നാൽ ഇവിടെ ഇങ്ങനെയാണ്. ഇറ്റ് റിയലി മീൻസ് ടു ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് എന്ന വാക്കിന്റെ അർത്ഥം ശബ്ദം മാറ്റി പാടുക. ശബ്ദം മാറ്റി പാടുക. അപ്പോൾ ടു ട്രാൻസ്പോസ് ഫ്രം എ ലോവർ കീ ടു എ ഹയർ കീ. ഒരു ചെറിയ താഴ്ന്ന രാഗത്തിൽ നിന്ന് ഉയർന്ന രാഗത്തിലേക്ക് മാറ്റുന്നതിനെയാണ്, ചുവട് മാറുന്നതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. In other words, one day as Enoch was walking with God, he suddenly was transposed from an earthly key to a heavenly key. ഒരു ദിവസം ദൈവവും ഹാനോക്കും കൂടെ നടക്കുകയാണ്. പെട്ടെന്ന് ലോവർ കീയിൽ നിന്ന്, earthly കീയിൽ നിന്ന് ഹെവൻലി കീയിലേക്ക് ഹാനോക്ക് എടുക്കപ്പെട്ടു. അതാണ് ട്രാൻസ്ലേഷൻ, എടുക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം. He was translated from this life to the next life. He went from walking with God as friend with friend to walking with God as face to face. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനെ
ദൈവം earthly കീയിൽ നിന്ന് heavenly കീയിലേക്ക് മാറ്റി. ഇങ്ങനെ രസകരമായി ഒരു ചിന്തകൻ എഴുതിയിട്ടുണ്ട്. Enoch had spent the day walking with God, and the day came to a close. God said, Enoch, you are closer to my house than you are to your house. So just come on home with me. ഹാനോക്കും ദൈവം കൂടെ നടന്നുകൊണ്ട് പോയാണ്. അപ്പോൾ സന്ധ്യയായി. ദൈവം ഹാനോക്കിനോട് പറഞ്ഞു, ഹാനോക്കേ, നീ ഇപ്പോൾ നിന്റെ വീടിനേക്കാളിലും എന്റെ വീടിനോട് അടുത്താണ്. അതുകൊണ്ട് എന്തുകൊണ്ട് നിനക്ക് എന്റെ വീട്ടിലേക്ക് വന്നുകൂടാ? അങ്ങനെ അവർ ഒരുമിച്ച് നടന്ന് ദൈവത്തിന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി. എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണ്. എത്ര ശ്രേഷ്ഠമായ ഒരു ട്രാൻസ്ലേഷനാണ്, ഒരു എടുക്കപ്പെടലാണ്. Think about that. 1 minute Enoch was, and the next minute Enoch was not. ഒരു നിമിഷം കൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത്, ഈ എടുക്കപ്പെടൽ സംഭവിക്കുന്നത്. He was caught up, snatched away and taken off before anybody knew what had happened. എന്താണ് സംഭവിച്ചതെന്ന് മൂന്നാമതൊരാൾ അറിയുന്നതിന് മുൻപേ ഹാനോക്ക് എടുക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് വേദപുസ്തകം നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശയാണ്. കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ, ഞൊടിയിടയ്ക്കുള്ളിൽ നമ്മൾ എടുക്കപ്പെടും. ദിസ് ട്രാൻസ്ലേഷൻ വിൽ ഹാപ്പൻ. ദൈവത്തോട് കൂടെ നടന്നാൽ ഏത് സമയത്തും അവൻ നമ്മുടെ വാസം ഈ ലോകത്തിൽ നിന്ന് അവന്റെ ഭവനത്തിലേക്ക് മാറ്റും. His new location, അവന്റെ പുതിയ അവസ്ഥ. It is appointed unto man once to die. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം 9:27 അവിടെ പറയുകയാണ്. In other words, while man can die forever spiritually, he can only die once physically. മനുഷ്യൻ ഒറ്റ പ്രാവശ്യമേ ശാരീരികമായി മരിക്കാൻ സാധിക്കൂ. ആത്മീക മരണം പലപ്പോഴും സംഭവിക്കാം, എന്നാൽ ശാരീരിക മരണം ഒരിക്കലേ ഉള്ളൂ. Man can die only one time. However, Enoch never died. എന്നാലും ആര് മരിച്ചില്ല ശാരീരികമായി? ഹാനോക്ക് മരിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താ സംഭവിച്ചത്? He was transposed from an earthly key to a heavenly key. He was translated from his earthly home to his heavenly home. Like Enoch, if we are alive when Jesus returns, we will be a was not. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ നമുക്കും ഈ ഒരു എടുക്കപ്പെടൽ ഉണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. നമ്മളെ കാണാതെയാവും. In a moment, in the twinkling of an eye, we will suddenly be transposed from an earthly key to a heavenly key. We will be translated and relocated in an instant. നമ്മളും ഹാനോക്കിനെ പോലെ ഒരു നിമിഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാറി ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ചേർക്കപ്പെടും. You may be at home washing the dishes or folding clothes. You may be at work driving a car, or you may be at school. You are just going through life.
walking with God, when suddenly a trumpet sounds and God says, listen, today you are closer to my home than you are to your home. So come on home with me. ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവ പൈതൽ ഒരു നാളിൽ ഈ ശബ്ദം കേൾക്കും. നമുക്കൊരു പാട്ടൊക്കെ ഉണ്ട്, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തായത് എനിക്ക് എത്ര ആനന്ദം. Knowing that he could come at any moment, I ask you, when he comes, will he find you walking with him? When he comes, will he find me walking with him? Will he find serving him, obeying him, loving him, and honoring him with our lives? കർത്താവിന്റെ വരവ് ഏത് സമയത്തെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ മരണം ഏത് സമയത്തെന്ന് നമുക്കറിയത്തില്ല. എപ്പോൾ മരിച്ചാലും എപ്പോൾ വന്നാലും നമ്മൾ അവനോടുകൂടെ എടുക്കപ്പെടും എന്ന വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അവനോടുകൂടെ നടക്കുന്നവർ മാത്രമേ അവനോടുകൂടെ എടുക്കപ്പെടുകയുള്ളൂ. അവനോടുകൂടെ ജീവിക്കുന്നവർ അവനോടുകൂടെ വാഴും. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. May God not only increase our faith, but may he increase himself in our hearts, that we may lay hold of who he is, what he said, what he will do. നമുക്ക് ഹനോക്കിനെ പോലെ അവൻ ആരാണെന്ന് അറിഞ്ഞ് അവനോട് കൂടെ അവനോടൊപ്പം ഈ ലോകത്തിൽ ജീവിച്ചാൽ അവനോടൊപ്പം നമുക്ക് യുഗായുഗങ്ങൾ വസിപ്പാനായി സാധിക്കും. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന്റെ ജീവിതം ദൈവത്തോടു കൂടെയുള്ള നമ്മുടെ നടപ്പിനെ കുറെ കൂടെ ക്ലോസർ ആക്കുവാൻ, ദൈവത്തോട് കുറെ കൂടെ ചേർന്ന് നടക്കുവാൻ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പഠനം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഒരുമിച്ച് തന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. നിന്നോട് കൂടെ നടന്ന ഹാനോക്ക്, നിന്നോടുകൂടെ ചേർക്കപ്പെട്ട മഹത്വകരമായ അനുഭവത്തെ നിങ്ങൾ പഠിച്ചല്ലോ. ദൈവമേ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി, നിന്നോട് ചേർന്ന് നടക്കുന്നവരായി, അവസാനം നിന്നോടൊപ്പം ചേരുന്നവരായി തീരുവാൻ സഹായിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ചെന്ന നല്ല ഫെലോഷിപ്പിനായി സ്തോത്രം. രാത്രി കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരോടുകൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. Thank you very much for your patient listening and valuable presence. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ.